അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ 13ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അതിൻ്റെ അടുക്ക് 12 ഇല്ലേനി, അതേപോലെ 10 ഇല്ലേനി. ഞങ്ങൾ വയക്കാടൊക്കെ പോയി അതേപോലെ ഞങ്ങൾ വന്നും ചെയ്തിക്കണം കേട്ടോ. ഞങ്ങൾ വീണ്ടും തിരിച്ച് ഇവിടെ എത്തിക്കണ്. അപ്പോൾ വൈകുന്നേരമായി. ഞങ്ങൾ ഇന്നലെ എത്തിയതാട്ടോ, ഇന്നലെ രാത്രി എത്തിക്കണം. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാനുള്ള സ്പെഷ്യലുകളൊക്കെ ഉണ്ടാക്കാനൊക്കെ തുടങ്ങി. സമയം 5 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ ഒക്കെ ഉണ്ടാക്കൽ തുടങ്ങി. നമ്മൾ ഇവിടെ ആകുമ്പോൾ വൈകിയാട്ടോ അടുക്കളയ്ക്ക് വരിക. അപ്പോൾ കുറച്ചാളായതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ. തോനാളാകുമ്പോൾ തോന ഉണ്ടാക്കേണ്ടി വരും, കുറച്ചാളാകുമ്പോൾ കുറച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ വേഗം പണിയും കഴിയും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ പപ്സ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. സമൂസ ഷീറ്റിൽ വെച്ചിക്കാണ്ട് കേട്ടോ, ഒറിജിനലല്ല, സമൂസ ഷീറ്റിൽ വെച്ചിക്കാണ്ട് പപ്സ് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പം അത് ഉണ്ടാക്കണം. അപ്പം മുട്ട കുറച്ചുള്ളതിന് കേട്ടോ, അതുകൊണ്ട് ഉപ്പിട്ടില്ല മുട്ടയ്ക്ക്. മുട്ടനെ പുഴുങ്ങാൻ വെച്ചിക്കണം കേട്ടോ, പുഴുങ്ങാൻ. പിന്നെ ഇന്ന് നമുക്ക് നോമ്പറക്കാൻ ഇതാട്ടോ ദോശ, ഉഴുന്ന് ദോശയും ഇഡ്ഡലിയാണ് നമ്മൾ വിചാരിച്ചത് കേട്ടോ. അപ്പം അതിനുള്ള മാവൊക്കെ അമ്മ രാവിലെ അടിച്ച് വെച്ചിക്കണ്, അതൊക്കെ റെഡി ആട്ടോ. പിന്നെന്താ, ഇമ്മതാ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ കറിയാണ്. ഇവിടെ ആകുമ്പോൾ നമുക്ക് എന്നും ബീഫൊന്നും കിട്ടൂല, അപ്പം ചിക്കൻ കറി ആട്ടോ. അപ്പം അമ്മ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇനി എൻ്റെ സംഭവങ്ങളാണ് ഇന്ന്. അപ്പം അതൊക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ. പിന്നെ ജ്യൂസും. അപ്പോൾ ചെറിയ സംഭവങ്ങളൊക്കെ ആയിട്ടുള്ളൊരു നോമ്പുത്തുറയാണ്. മുട്ട പുഴുങ്ങാൻ വെച്ചിരിക്കണം, ഒരു 4 മുട്ട വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ. റെസിപ്പിയൊന്നും പിന്നെ കാണിക്കണില്ല, കാരണം അതൊക്കെ ടേസ്റ്റ് ഉണ്ടാവുമെന്നൊന്നും അറിയില്ലല്ലോ, അപ്പോൾ കാണിക്കണില്ല. അപ്പം കാണിച്ചു തരാം. മാവൊക്കെ ഇതാ പൊന്തി സെറ്റായി വന്നിക്കണം കേട്ടോ. അതായത് നമുക്ക് പൊരിക്കാനുള്ള കാരക്ക കേട്ടോ. ആ പപ്സ് കുറച്ചായതുകൊണ്ട് ഞാൻ കുറച്ച് കാരക്കയും പൊരിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത്തിരി മാവും ഇവിടെ അരച്ച് വെച്ചിരിക്കണം കേട്ടോ. പപ്സിനുള്ള മസാലയൊക്കെ റെഡി ആയിക്കണം കേട്ടോ. അതൊരു സ്പെഷ്യൽ പപ്സ് ആട്ടോ. ഇതിക്ക് ഞാൻ കുറച്ച് ചിക്കനൊക്കെ പൊടിച്ചിട്ടിക്കണം. അങ്ങനെ ഒന്നും ആരും ചെയ്യുന്നുണ്ടാവും അല്ലേ കൊണ്ടോ. പിന്നെ ഇങ്ങനെയാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി വെച്ച് കൊടുക്കണം. അങ്ങനത്തെ ഒരു പപ്സാണ്. സമൂസൻ്റെ ഷീറ്റോടുള്ള പപ്സാട്ടോ നമ്മൾ ഉണ്ടാക്കണത്, ഒറിജിനലൊന്നല്ല. അപ്പം ഉമ്മച്ചി ഇതാക്കണം ഇവിടെ ഇഡ്ഡലി ഉണ്ടാക്കൽ തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇത് അത്ര മാവുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ദോശയായിട്ട് ഉണ്ടാക്കണേ. പപ്സൊക്കെ റെഡി ആയിട്ടോ കണ്ടോ. പപ്സിനൊക്കെ ഞാൻ ഇത് പൊന്തുണ്ടല്ലോ, ഇത് അപ്പം തന്നെ ഇടണ്ടീന്. അപ്പം ഉണ്ടോ, പപ്സൊക്കെ റെഡി കഴിഞ്ഞത് പൊരിക്കാണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാരക്കനെ പൊരിക്കട്ടെ, എന്നിട്ട് ആ ചട്ടിക്ക് അതിനകത്ത് കൊടുക്കാൻ വിചാരിച്ചിട്ടോ. ഇതിൻ്റെ പപ്സ് ചൂടൽ തുടങ്ങിട്ടോ. എൻ്റെ ദോശ ഉണ്ടാക്കണ ഇവിടെ ആയോണ്ടിക്കുന്നുണ്ട്, എൻ്റെ പപ്സും ആയോണ്ടിക്കുന്നുണ്ട് കേട്ടോ. പപ്സ് പറഞ്ഞാൽ നമ്മൾ ഒറിജിനലൊന്നും അല്ല കേട്ടോ. നമ്മളത് ചട്ടിയോണ്ടൊക്കെ പാരൽ തുടങ്ങിയിരിക്കണം. സമയമായിട്ടോ. അപ്പോൾ ഇത് വേഗം ആവുന്നുണ്ട് കേട്ടോ. ഇത് എണ്ണയിലിട്ട് വേഗം ആവുന്നുണ്ട്. ഈ ഓല ആയതുകൊണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ സെറ്റായിട്ടോ. ഇന്ന് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ നമ്മളെ 13ാമത്തെ നോമ്പിൻ്റെ നോമ്പ് തുറക്കാനുള്ളത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇമ്മ എപ്പോഴും ഇതാ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് നമ്മൾ കട്ടിയിലും കുറച്ചാക്കിയാണ്, കാരണം മറ്റേത് ചൂടോടൊക്കെ തിന്നണമല്ലോ. ചുമ്മങ്ങ ചുട്ടതല്ല, ഞാനും പൊണ്ണുങ്ങ തിന്നലാണ് സാധാരണ. പക്ഷെ ഇതിപ്പോൾ നമ്മൾ നോമ്പറക്കുമ്പോൾ ഒരാൾ ചൂടാൻ കജൂലല്ലോ, നമ്മളെല്ലാവരും ഒപ്പിരുന്നല്ലോ നോമ്പറക്കാം. അപ്പോൾ ഞങ്ങൾ ഒക്കെ ആദ്യം തന്നെ ചുട്ടച്ചക്കാട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരുന്ന എന്തൊക്കെയാണുള്ളത് എന്നിട്ടോ. സാധനങ്ങളൊക്കെ നമ്മൾ മേശമ്മൽ വെച്ചിട്ടും സമയം കുറേ ബാക്കിയുണ്ട് കേട്ടോ. 30 എങ്ങാനും ആയിട്ടുള്ളൂ. അപ്പോൾ 39 ഇപ്പോൾ ബാങ്ക് തോന്നുന്നുണ്ട്. അപ്പോൾ തുടങ്ങിയപ്പോൾ ആദ്യമൊക്കെ 38, ഇപ്പോൾ 39 ആവുന്നുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ മേശമ്മ വെച്ചാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയുള്ള അതിൻ്റെ സ്പെഷ്യലൊക്കെ ഉണ്ട്. ടേസ്റ്റ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല, തിന്നോക്കിയെങ്കിലേ അറിയുള്ളൂ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ കാരക്ക കൊണ്ട് മാത്രമേ കാരക്ക ഒന്നുള്ളൂ കേട്ടോ. പൂക്ക് മാത്രമേ കാരക്ക. പിന്നെ ഇതാ നമ്മളെ വത്തക്ക ജ്യൂസ്. ഇതാ പിന്നെ ഇതാണ് നമ്മളെ സ്പെഷ്യൽ ഇന്നത്തെ കാരക്കപ്പൊരി. പിന്നെ പപ്സ് കേട്ടോ, എൻ്റെ പപ്സ് അതിക്കുള്ളതാണ് ഇത് കേട്ടോ. ഇത് കുറച്ചുള്ള ഇനി ഉള്ളത് എടുത്തതാട്ടോ, കെച്ചപ്പ്. പിന്നെ നമ്മളെ ഇഡ്ഡലി കുറച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. എല്ലാവർക്കും 2 റൈസ് എടുത്ത് ടേസ്റ്റ് വെക്കാനില്ല ഒന്നും. അപ്പോൾ ഇതുള്ള ഇഡ്ഡലി. പിന്നെ അതാ നമ്മളെ ദോശ. ഇത് നമ്മളെ കട്ടിയുള്ള ദോശ, അതായത് തട്ടുകട. ഇത് തട്ടുകട ദോശ. ഇത് നൈസ് ദോശ അല്ലേ, നെയ്റോ ഇതിങ്ങനെ കുറുമുറു കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആട്ടോ തിന്നാൻ. മുണ്ടല്ല ഇത് മോളെ, ഇങ്ങനെ ദോശ ആക്കി നല്ല ടേസ്റ്റ്. അത് ഉമ്മച്ചി ഇങ്ങനെ ചുട്ടൊരു ഞങ്ങളിങ്ങനെ തിന്നു, അങ്ങനെയാണ് സാധാരണ. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ നോമ്പായതുകൊണ്ട് ആദ്യം തന്നെ ചുട്ടതാട്ടോ. പിന്നെ ഇത് നമ്മളെ പറ്റിയതോ 2 ഒരു മാവ്, ഇത് 3 ഒരു മാവ് കൊണ്ട് ഉണ്ടാക്കി തന്നെയാണ് കേട്ടോ. മുണ്ടല്ലേ. പിന്നെ അതാ ചിക്കൻ കറി കേട്ടോ, നല്ല ചിക്കൻ തേങ്ങ അരച്ച കറി. എല്ലാവരും ദോശയ്ക്ക് ചട്ടിനൊക്കെയാണ് ഉണ്ടാക്കല്, പക്ഷെ നമുക്ക് ചിക്കൻ കറി ഉണ്ടായാലാട്ടോ ഒന്നും കൂടി ഒരു തിന്നാനൊരു ഉഷാറ്. പിന്നെ അതാ ചായ.
പിന്നെ പറഞ്ഞിട്ടെന്ന് നമുക്ക് നോമ്പുറക്കാനുള്ളത് ഒരു മാവ് കൊണ്ട് തന്നെ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് നോമ്പുറക്കാൻ വേണ്ടിയിട്ട് ഈ സംഭവം നമുക്കൊക്കെ നല്ല ഇഷ്ടമാട്ടോ. ഇഡ്ഡലി ആയാലും ദോശ ആയാലും ഒക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമാട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ 13-ാം നോമ്പിന് നോമ്പുറക്കാനുള്ളത് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ എന്നൊക്കെ കമൻറ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് നാളത്തെ വിശേഷമായിട്ട് നാളെ വരാം. ടാറ്റ ബൈ ബൈ.